അടുത്തതായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത് ദശാവതാര തൂണുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതില് 9ാമത്തെ തൂണില് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് കാണാൻ സാധിക്കുക. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവച്ചു തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും അധ വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ എന്നാണ് ആ ഭഗവാനെ നോക്കിയിട്ട് ചൊല്ലാറുള്ളത് കേട്ടോ. ഇത് മലയാളത്തിലായ കാരണം പ്രത്യേകിച്ച് അർത്ഥം പറയാനൊന്നുമില്ല. ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നും എൻ്റെ മനസ്സിലുണ്ടാവണേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അർത്ഥമായിട്ട് വരണത്. അപ്പൊ അവിടെ ചൊല്ലുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചൊല്ലാറുള്ളത്. ഇനി അടുത്തതായിട്ട് തൊട്ടപ്പുറത്തായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം പറയാറുണ്ട്. അവിടെ ചൊല്ലാറുള്ളത് ഷഡാനനം കുങ്കുമരക്തവർണം മഹാമഹിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ എന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ ഒരു സ്തുതി. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏത് സ്തുതി കൊണ്ട് വേണമെങ്കിലും നമുക്ക് അറിയാവുന്ന സ്തുതി കൊണ്ടൊക്കെ സ്കന്ദപുരാണത്തിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. അതിലേതെങ്കിലുമൊക്കെ വെച്ച് ചൊല്ലാം. ഞാൻ ചൊല്ലാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമഹിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ.